വെള്ളം നദിയിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നു. ഇവർ രാത്രിയിലായി വർക്ക് ചെയ്യുന്നത്, കാരണം അവർക്ക് ശക്തി രാത്രിക്കേ ഉള്ളൂ. വെയിലടിച്ച് കഴിയുമ്പോൾ അവരുടെ ശക്തി പോകും. അവർ വെപ്പൻസ്, അവർ ആയുധങ്ങൾ ഒളിപ്പിക്കേണ്ട ഒരു ഗുഹയാണ് കാണുന്നത്. അദ്ദേഹം അന്ന് തന്നെ തിരിച്ച് ഈ കൈലാസത്തിലേക്ക് മടങ്ങി പാർവതി ദേവിയുമായിട്ട് കോംപ്രമൈസ് ചെയ്ത, ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ ഈ വെള്ളം കുടിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. കിഴക്കൻ മലകളിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങണമെങ്കിൽ, അത് ആസ്വദിച്ചു തുടങ്ങണമെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്താണ്. കോതമംഗലത്ത് നിന്നും നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഭൂതത്താൻകെട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകൾ തേടിയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തിയതിനു ശേഷം ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ കോതമംഗലം ടൗണിൽ നിന്നും ഭൂതത്താൻകെട്ടിലേക്കുള്ള യാത്രയാണ് നടക്കുന്നത്. നമ്മളുടെ ഇപ്പം ഇവിടെ നിന്നും ഈ വലത്തോട്ടുള്ള റോഡ് പോയിട്ടുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിലേക്കുള്ള അതിപ്രധാനമായ ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിലേക്ക് എത്താൻ സാധിക്കും. ഇവിടുന്ന് ഏകദേശം 78 കിലോമീറ്റർ ദൂരമാണ് മൂന്നാറിനുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലേക്ക് കിടക്കുകയാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ കീരാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂതത്താൻകെട്ടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം കണ്ടു തുടങ്ങി. അതിനർത്ഥം തന്നെ നമ്മൾ ഭൂതത്താൻകെട്ടിലോട്ട് ഏറെക്കുറെ എത്തിയെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഡാമിൻ്റെ കവാടമാണ് നമ്മൾ കാണുന്നത്. വളരെ മഞ്ഞ നിറത്തോടു കൂടി വളരെ മനോഹരമായ രീതിയിലാണ് അത് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂതത്താൻകെട്ടിലേക്കുള്ള പ്രയാണം നമ്മൾ ആരംഭിച്ചു. നമ്മൾ ഇവിടെ നിന്നിപ്പം പാസ്സൊക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പം അകത്തോട്ട് കയറിയിരിക്കുന്നത്. അഡൽസിന് 20 രൂപ വെച്ചാണ് പാസ്. ഇവിടെ കുറച്ച് സന്ദർശകർ അവിടെ നിൽപ്പുണ്ട്. നമ്മൾ അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ ഋഷിമാരും മുനിമാരൊക്കെ തപസ് ചെയ്യുമ്പോൾ കാരണം ഒരു മരത്തിൽ മരവുരി ഇടേണ്ട മരവുരി, അത് എല്ലാ മരങ്ങളിലെയും തുരി ഉപയോഗിക്കില്ല. പ്രധാനപ്പെട്ട മരമാണ് അറാഞ്ഞലി മരം. ആഞ്ഞലില്ല, അറാഞ്ഞലി. ഈ മരത്തിന്റെ തൊലി ആദിവാസി വരും, വട്ടം കണ്ടിക്കും, വൺ സൈഡ് അത് ചിന്തിയെടുക്കും, അത് ചതയ്ക്കും. നമ്മുടെ മരുന്നിൽ വിൽക്കാൻ പറ്റുന്നത് നമുക്ക് അതാണ്. നമ്മൾ ശരിക്കും നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ വേണ്ട, വാദമുണ്ട്, വാദം ഇല്ല ഉണ്ടായിക്കോളും, ഭാവിയിൽ ഉണ്ടായിക്കോളും, മേടിക്കണ്ട. ഈ വാദം കംപ്ലീറ്റ് മാറിക്കളയും. വേറെ ചിന്ത ആ വാദം വലിക്കാൻ പറ്റിയ സാധനമാണ് ഇത്. മേടിക്കുക നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ ഓൾറെഡി നമ്മുടെ ആദിവാസികളുടെ ടൗണിൽ കിട്ടുള്ളൂ. ആദിവാസി ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ കോളനി ടൗണിൽ കിട്ടും. ഈ സാധനം മേടിച്ചിട്ട് നമ്മൾ കിടക്കാൻ നേരം കിടക്ക മാറ്റി കളയുക, ആ തറയിൽ വിരിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡ്രസ്സെല്ലാം മാറ്റി കിടക്കുക. ഈ വേർപ്പുറം വാദം വലിച്ചളയും. ഞാൻ പറഞ്ഞു ഒത്തിരി ആൾക്കാർ സൂപ്പറാണെന്ന് പറയാറുണ്ട്. മേടിച്ചോളുക. ആഞ്ഞലിന്റെ പിന്നെ 6 ഇറുക, അറാഞ്ഞലി തുരി കേട്ടോ. അപ്പം നമ്മൾ തേടി വന്നത് ഇദ്ദേഹത്തെ ആയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂതത്താൻകെട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ റോയിച്ചേട്ടൻ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കാട്ടിൽ വന്നിട്ട് വെറുതെ പോകേണ്ടതായി പോകും. കാരണം പുള്ളിക്ക് വേറെ കുറച്ച് ഗസ്റ്റുകളെ കിട്ടിയതുകൊണ്ട് പുള്ളി അങ്ങനെ വന്നതാണ്. കാടിനെക്കുറിച്ച് ഇത്രയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. പിന്നെ വളരെ ഇവിടെ കുറച്ച് തൊട്ടടുത്ത് തന്നെ കുറച്ച് ആദിവാസികൾക്കൊക്കെ അറിയാം. പക്ഷേ ആദിവാസികളുടെ കൂട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ മുതലേ നടന്ന് ഇദ്ദേഹം ഈ കാടിൻ്റെ രഹസ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ നമുക്കും വളരെ അധികം ഡീറ്റെയിൽസ് ഇദ്ദേഹം പറഞ്ഞു തരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ ഇദ്ദേഹത്തെ തേടി വന്നിരിക്കുന്നത്. ഇത് പുല്ലാന്തി എന്ന് പറയുന്ന മരമാണ്. ഇതിൻ്റെ ഈ താഴ്ഭാഗവും മേൽഭാഗവും ഒരേ സമയത്ത് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു 3-4 ഗ്ലാസ് വെള്ളം നമുക്ക് കിട്ടും. വനത്തിലൂടെ പോകുന്ന ആളുകൾ ഈ വെള്ളം ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ ഈ വെള്ളം കുടിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരുപാട് പുല്ലാന്തികളൊക്കെ ഈ പറയുന്ന നമ്മുടെ ഈ ഭൂതത്താൻകെട്ട് വനത്തിനകത്ത് ധാരാളമായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ഗുഹയുണ്ട്. അത് ചേര രാജാക്കന്മാര് AD 800-കളിൽ മറ്റോ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗുഹ, ഒരു മാൻമെയ്ഡ് ഗുഹയാണെന്നാണ് നമ്മുടെ റോയിച്ചേട്ടൻ പറയുന്നത്. അപ്പൊ ഈ ഗുഹയിലെ കാഴ്ചകൾ എന്താണ് നമുക്കത് കയറി നോക്കാം. നമ്മുടെ AD 800 മുതൽ 1202 വരെ കാലഘട്ടം നമ്മുടെ ചേര രാജാക്കന്മാരി ഭാഗത്തുണ്ടായിരുന്നു, ചേരമാൻമാരും. അപ്പോൾ അവരുടെ കാലത്ത് അവർ വെപ്പൻസ്, അവർ ആയുധങ്ങൾ ഒളിപ്പിക്കേണ്ട ഒരു ഗുഹയാണ് കാണുന്നത്. ഒരു 15 മീറ്റർ ഉള്ളിൽ കാണാവുന്ന ഗുഹയാണ്. ഇതെല്ലാം മാൻമെയ്ഡാണ്, നാച്ചുറൽ അല്ല. ഇത് കൊത്തിണ്ടാക്കി ഉളിപ്പാടെ കാണും, ഉളികൊണ്ടുണ്ടാക്കി പാട്, ഉളികൊണ്ട് കൊത്തിണ്ടാക്കി പാടെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമ്മൾ ഇവിടെ എത്തിയതാ. ഇതാണ് ഈ ഭൂതത്താൻകെട്ട് എന്ന് പറയുന്നത്. ഭൂതത്താൻകെട്ട് ജലാശയമാണ് പിന്നിൽ കാണുന്നത്.
നമ്മുടെ കൂട്ടത്തിൽ വന്ന ആളുകളൊക്കെ അല്പം മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ റോയിച്ചാൻ്റെ ഒപ്പം ചെന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഇനിയിപ്പം ബാക്കി ചരിത്രങ്ങൾ എന്തൊക്കെയാണെന്നും ഉള്ളതെന്നൊക്കെ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാക്ക അങ്ങോട്ട് നീങ്ങാം. നമ്മളിപ്പം ഈ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ എന്ന് പറഞ്ഞാൽ പഴയ ഡാം, ഭൂതത്താൻകെട്ട് പഴയ ഡാമിൻ്റെ തൊട്ട് ചേർന്നുള്ള വനപ്രദേശത്തിനകത്തുള്ള ഒരു ചെറിയൊരു ഏറുമാടം എന്ന് പറഞ്ഞാലും പറ്റില്ല, കാരണം കല്ലേമാടെന്ന് വേണേൽ പറയാം. കാരണം ഒരു പാറയുടെ മുകളിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇല്ലി ഉപയോഗിച്ച് നിലം പാകി, അതുപോലെ തന്നെ ചെറിയ കഴകളൊക്കെ ഉപയോഗിച്ച് അത് കെട്ടി ബലപ്പെടുത്തി. ഇതും ഇല്ലിയാണ്, പക്ഷെ ഇത് ഇലകൾ ഈറ്റയിലയാണ്. അപ്പോൾ ഈറ്റയില കൊണ്ട് മേഞ്ഞ് അപ്പോൾ അങ്ങനെയുള്ളൊരിതാണ്. പിന്നെ ചൂരലൊക്കെ ഉപയോഗിച്ച് ചെറുതായിട്ട് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്ന് കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വളരെ മനസ്സൊക്കെ നല്ല കുളിരാകും, ഭയങ്കര രസമാണ്. പുഴ, മണൽ, വനം, അതിനോടൊപ്പം തന്നെ നല്ല പാറക്കൂട്ടങ്ങളും, പിന്നെ കുറേ ഐതിഹ്യമാലകളും, പിന്നെ ഇതിനെല്ലാം വെല്ലുന്ന മറ്റൊരു സംഭവം കൂടെയുണ്ട്, ചരിത്രം. ഇവിടുത്തെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ചേര രാജാക്കന്മാരുടെ കാലത്തെ രാജഭരണവുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ചരിത്രം ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ ആ ചരിത്രത്തെയും ഭരിക്കുന്നതാണ് ഇവിടുത്തെ ഈ ഐതിഹ്യം എന്ന് പറയുന്നത്. കാരണം ഈ നമ്മുടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ തൊട്ട് പിന്നിൽ കാണുന്നതാണ് ഈ ഭൂതത്താൻ കെട്ടെന്ന് പറയുന്നത്. ആക്ച്വലി ആ ഭൂതത്താൻ കെട്ടെന്ന് പറയുന്ന ആ പേരിനിൽ ഒരു മിത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ സൗന്ദര്യപ്പണക്കവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് ഈ പറയുന്ന നമ്മുടെ ഈ ഭൂതത്താൻ കെട്ടിലെ കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ഈ കൈലാസത്തിൽ നിന്നും ശിവനും പാർവതിയും തമ്മിൽ പിണക്കം ഉണ്ടായതിനു ശേഷം ശിവൻ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോരുന്നു. ഇവിടെ വന്ന് തൃക്കരിയൂർ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ വന്ന് ഇദ്ദേഹം വന്ന് അവിടെ തപസ് തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തെ തിരിച്ച് ചെല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഭൂതഗണങ്ങളെ ഈ പാർവതി ദേവി അവിടെ നിന്ന് അയക്കുവാണ്. ആ ഭൂതഗണങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അവർ ഈ ഇദ്ദേഹത്തെ എൻ്റെ അടുത്തോട്ട് അടുക്കാൻ ഭയം, കാരണം പുള്ളി തൃക്കണ്ണ് തുറന്ന് ഇവരെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ തോന്നിയ ഒരു ഐഡിയ ആണ്, അവർ ഇവിടെ വന്നിട്ട് ഈ പുഴയ്ക്ക് കുറുകെ, ഇത് അന്ന് പുഴ ഭയങ്കരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക, ഈ പുഴയ്ക്ക് കുറുകെ ഈ കല്ലുകൾ ഇങ്ങനെ അട്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവഴി വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ഈ ഡാം ഓട്ടോമാറ്റിക്കായിട്ടൊരു ഡാം ആയി കഴിയുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി ഈ ശിവൻ തപസ്സിരിക്കുന്ന ക്ഷേത്രം കയറി മൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തപസ് മുടങ്ങി അദ്ദേഹം എഴുന്നേറ്റ് പോകുന്ന ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വെള്ളം നദിയിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നു. ഇവർ രാത്രിയിലായി വർക്ക് ചെയ്യുന്നത്, കാരണം അവർക്ക് ശക്തി രാത്രിക്കേ ഉള്ളൂ. വെയിലടിച്ച് കഴിയുമ്പോഴത്തേനും അവരുടെ ശക്തി പോകും. അപ്പോൾ ഇവർ വലിയ ഭീമൻ പാറക്കൂട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ നദിയിലേക്ക് ഇടുവാണ്. വെള്ളം അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ സമീപവാസികളായ ആളുകളെല്ലാവരും സഹായത്തിനായിട്ട് വേഗം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ശിവക്ഷേത്രത്തിലേക്ക് ഓടുകയാണ്. അങ്ങനെ അവർ ചെന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ ശിവൻ ഒരു കോഴിയുടെ രൂപം പൂണ്ട് ഇവിടെ വന്ന് നിന്നിട്ട് കൂവുകയാണ്. അപ്പം സൂര്യനായി ഉദിച്ചു എന്ന് കരുതി ഇവർ പരിപാടി അവസാനിപ്പിച്ചിട്ട് പോവുക. അപ്പം പിറ്റേ ദിവസം വീണ്ടും സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ ഭൂതഗണങ്ങൾ ഈ പണി ചെയ്യുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അതിന് മുതിരാതെ അദ്ദേഹം അന്ന് തന്നെ തിരിച്ച് ഈ കൈലാസത്തിലേക്ക് മടങ്ങി പാർവതി ദേവിയുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് അങ്ങനെയാണ് അവർ അവിടെ പിന്നെ ശിഷ്ടകാലം അദ്ദേഹം അവിടെ ജീവിക്കുവാണെന്നാണ് ഇവിടെ ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട മിത്ത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവസാനമായിട്ട് ഇടാനായിട്ട് ഇവരെടുത്തു വെച്ചൊരു കല്ലാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കല്ല് കൂടി നടുക്കിട്ടിരുന്നെങ്കിൽ ഈ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ക്ഷേത്രമൊക്കെ മൂടിപ്പോകുമായിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ഇനി പറയുന്നത് ചരിത്രമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേര രാജാക്കന്മാർ ഇവിടെ ഏകദേശം 1600 വർഷത്തെ ചരിത്രമുണ്ട്. അപ്പോൾ ഈ രാജാക്കന്മാർ ഇവിടെ വേനൽക്കാല വസതിയായിട്ട് ഇവിടെ വരുന്ന സമയങ്ങളിൽ ഇവിടുത്തെ ആളുകൾക്ക് കുടിവെള്ളക്ഷാമം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പം ഈ ഭൂമിയിൽ നോർമലി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബണ്ടിൻ്റെ നടുക്കുള്ള ആ ഭാഗത്ത് ഒരു ചിറ നിർമ്മിച്ച് ഇവിടെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇതിവിടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുകയും അവിടെ ഇവിടത്തെയുള്ള കൃഷിക്കും മറ്റുമൊക്കെ ആയിട്ടുള്ള വാട്ടർ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ടിപ്പു സുൽത്താൻ്റെ ഒരു ഈ എൻട്രി വന്നപ്പോൾ അത് ഇവരെന്ത് ചെയ്തു, ഇവർക്ക് കീഴടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇത് ചിറ പൊളിച്ചു വിടുകയോ, തിരുവിതാംകൂർ രാജാക്കന്മാർ വന്ന് ഈ ചിറ പൊളിച്ചു വിടുകയും അങ്ങനെ ടിപ്പുവിൻ്റെ സൈന്യത്തിന് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. ആക്ച്വലി ഈ ഭാഗമാണ്, ഈ രണ്ട് സൈഡിൽ നിന്നാണ് ഭൂതഗണങ്ങൾ ഇങ്ങനെ ചിറ കെട്ടിയത്. ഈ ഒരു ഭാഗത്തേക്ക് കല്ല് കൊണ്ടുവന്നിടുന്നതിനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കല്ലാണ് ആ കാണുന്നത്. അപ്പോൾ ആ കല്ല് കൂടി എടുത്തിട്ടിരുന്നെങ്കിൽ ഇവിടെ ചിറ അടയുമായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പെയാണ് ഈ സൈറനടിച്ച് അതുപോലെ നമുക്ക് ഇവിടെ ഈ
കോഴി കൂവിയതും ഭൂതഗണങ്ങളുടെ അവർ പിന്തിരിഞ്ഞു പോയതും. പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്തിൻ്റെ സമകാലീന പ്രസക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ചുഴിയുണ്ട്. ഈ പെരിയാറിൻ്റെ ഇത്രയും വെള്ളം വന്നപ്പോൾ എല്ലാം കുത്തി ഒഴുകിപ്പോയതല്ല ഈ ഭാഗത്തു കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ അടിത്തട്ടെന്ന് പറയുന്നത് മണൽ ഒരു തുള്ളി പോലും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത് ഭയങ്കരമായ ഗർത്തമായിരിക്കും. ആ ഗർത്തത്തിലാണ് ഇങ്ങനെ വെള്ളം വന്നിങ്ങനെ ഒഴുക്ക് വെള്ളം വന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്താണ് ഈ ചുഴി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. നമ്മളിവിടെ നീന്താനായിട്ട് ചാടുമ്പോൾ നമ്മൾ ആ ചുഴി നമ്മളെ വലിച്ചെടുക്കും. ആ വലിച്ചെടുത്ത് ആ ചുഴിയിലകത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇത്രയും ആളുകൾ മരണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തിൻ്റെ ഒരു നീലിമ എന്ന് പറയുന്നത് അതൊരു ഭയങ്കരമായിട്ട് ഉള്ളൊരു വിഷപങ്കിലമായ ഒരു നീലിമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം മരണങ്ങൾ ഈ ചുഴി ഇവിടെ വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് പലരെയും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇവിടെ വരുന്ന സന്ദർശകർ ഒരു കാരണവശാലും ഇവിടെ ഈ വെള്ളത്തിലിറങ്ങരുത്. ഇവിടെ ചെളി ഉണ്ട്, ധാരാളം ചെളി. നമ്മുടെ കാല് ഓട്ടോമാറ്റിക്കലി പതഞ്ഞ് പോകും. അത് പിന്നെ ഊരിയെടുക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഭൂത്താങ്കട്ടിലെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. വളരെ രസകരമായ കാഴ്ച. ഫാമിലിയായിട്ടും അതുപോലെ കൊച്ചു കുട്ടികളൊക്കെ സ്കൂളിൽ എക്സ്കർഷനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ചരിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഐതിഹ്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ജേണി ആയിരിക്കും ഈ ഭൂത്താങ്കട്ടിലേക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വന്ന് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി വേണം പോകാനായിട്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തിയതിന് ശേഷം ബെല്ലൈക്കൺ അമർത്തി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക.